ഹായ് ഓൾ, അർച്ചനയാണ് ഫ്രം മയൂര. ഇന്ന് നമ്മളുടെ ഓണം സ്പെഷ്യൽ കളക്ഷൻസിലുള്ള ചെട്ടനാട് പെൻഡൻ സെറ്റ്സിൻ്റെ സീരീസാണ്. എഗെയിൻ ഡി സീരീസ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി നമ്മളുടെ ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഡി സീരീസ് കളക്ഷനിൽ നമ്മളുടെ നോർമൽ ഗോൾഡ് ഷെയ്ഡിൻ്റെ കളക്ഷൻസ് നമ്മൾ ഓൾറെഡി കാണിച്ചിരുന്നു. ഇത് അതിൻ്റെ തന്നെ ചെട്ടനാട് പെൻഡൻ സെറ്റ്സ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ പെൻഡൻ സെറ്റ്സ് തന്നെയാണ്. അതിന്റെ ചെട്ടനാട് സീരീസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത്. ചെട്ടനാട് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാറ്റ് ഫിനിഷ് അല്ല, മാറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ച ഈ മാറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റേ ഈ ഓറഞ്ച് കളറല്ല, പക്ഷെ ചെട്ടനാട് ആന്റിക് അങ്ങനത്തെ കളക്ഷനാണ്. അതായത് നോർമൽ ഗോൾഡ് ഷെയ്ഡ് അല്ല, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്ക, പിന്നെ പതക്കം, അങ്ങനത്തെ കളക്ഷൻസിന്റെ ഷെയ്ഡ് അല്ല, അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ചെട്ടനാട് സീരീസ് ആണ്. ചെട്ടനാട് ഷെയ്ഡ് അല്ലെങ്കിൽ ചെട്ടനാട് ആന്റിക്, ചെട്ടനാട് ഗോൾഡ്, ആ ഷെയ്ഡിലുള്ള സീരീസ് ആണ്. അപ്പൊ എല്ലാവരും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓർഡർ ചെയ്യുക. സാധനം കയ്യിൽ എത്തുമ്പോഴത്തേക്കും ഇതിന് ആ കളറല്ലോ എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. പക്ഷെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്, ഈവൻ ഗോൾഡിലാണെങ്കിലും ഉള്ള ഷെയ്ഡ്, ഗോൾഡിൽ ഇപ്പൊ ഇത് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. കാരണം ഇത് ചെട്ടനാട് ഷെയ്ഡ് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഇപ്പം ഗോൾഡിലും ഒക്കെ ഉള്ളതാണ്. ഇപ്പം ആരും അങ്ങനെ ഈവൻ റിയൽ ഗോൾഡിലാണെങ്കിലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാങ്ങാമാല, ഈവൻ മാങ്ങാമാലയൊക്കെ മറ്റേ ഷെയ്ഡിലൊക്കെ ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ചില മാലകളൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം ഗോൾഡിലൊക്കെ എല്ലാവരും ഇടാറുള്ളൂ. ഈവൻ നമ്മുടെ ബ്രൈഡ്സ് ആണെങ്കിലും അല്ലാത്തവരെല്ലാം നമ്മളുടെ ഈ ചെട്ടനാട് ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഗോൾഡിലാണെങ്കിലും. അപ്പം അതേ റിപ്ലിക്ക തന്നെ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ, ആർട്ടിഫിഷ്യൽ ഗോൾഡിൽ. അപ്പം എല്ലാം ചെട്ടനാട് പെൻഡൻ സെറ്റ്സ് ഇതുപോലെ നമ്മുടെ പ്രൊമോ എല്ലാം ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കളക്ഷൻസ് ഒക്കെയാണ്. പാലക്കയുടെ സ്റ്റോൺ വരുന്ന ഇതുപോലത്തെ പെൻഡന്റ് ഉള്ള കളക്ഷൻസ് ആണ്. ഇതുപോലത്തെ ദേവി രൂപങ്ങളുള്ളതും ദേവി ഇല്ലാത്തതും അല്ലാത്തതും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഞാൻ ആദ്യമേ ഒന്ന് ഷെയർ ചെയ്യട്ടെ. എനിക്ക് നല്ല കാലുവേദനയും ഒക്കെയാണ്, ഭയങ്കര ക്ഷീണം. ബിന്ദു പി നായർ ഹായ്. നാളെ പിള്ളേർക്ക് അവധിയല്ലേ? ഇവിടെയാണെങ്കിൽ കൊച്ചിന് പരീക്ഷ തുടങ്ങുമായിരുന്നേ. അപ്പം ഞാൻ എന്നാ പരീക്ഷയൊക്കെ തുടങ്ങി, എല്ലാം സെറ്റാണല്ലോ എന്നൊക്കെ കരുതി പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. കുറച്ചൊക്കെ ഒരു വരി പഠിച്ചതുമായിരുന്നു. അപ്പോഴത്തേക്കും അതുകൊണ്ട് ഈ ഫിഫ വേൾഡ് കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചു. ഫുട്ബോൾ പ്രാന്തന്മാർക്കൊക്കെ അത് ഭയങ്കര വലിയ ആശ്വാസമായിരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങളുടെ പരീക്ഷ ശനിയാഴ്ചത്തേക്ക് ഇടുന്നേ, അതങ്ങ് തീർന്നു പോവായിരുന്നു. എന്നെ പറയാനാ മൊത്തത്തിലൊരു ചാനലൊക്കെ വിടുന്നു, ഒരു ക്ഷീണമായത് കാരണം. ശ്രീജ രമേശ് ഹായ്. ഓക്കെ, ലൈവിലുള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് പോണേ. ലക്ഷ്മി വിനായക് ഹായ്. ഷെയർ ചെയ്യണേ, മാക്സിമം ഷെയർസ് ആൻഡ് സപ്പോർട്ട്സ് പ്രതീക്ഷിക്കുന്നു. ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. ചെട്ടനാട് പെൻഡൻ സെറ്റ് സീരീസ് ആണ് ഇന്നത്തെ നമ്മുടെ ലൈവിൽ നമ്മൾ കാണിക്കുന്നത്. ഓണം സ്പെഷ്യൽ ആണ് കേട്ടോ. ശൈലജ ശങ്കർ ഹായ്. അമിത പ്രശോഭ് ഹായ്. രമ്യ അനീഷ് ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ഷെയർസ് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡി സീരീസ് ആണ്. DY01 ആണ് ഫസ്റ്റ് സെറ്റ്. 790 റുപ്പീസ് ആണ് കേട്ടോ. അടുത്ത ഷഫീന സമീർ ഹായ്. DY01 790 റുപ്പീസ്.
790 rupees ആണ് ഫസ്റ്റ് സെറ്റ് DY01. എല്ലാം വിത്തിൻ 1000 റേഞ്ച് കളക്ഷൻസ് ആണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. പിന്നെയും പറയട്ടെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. വിത്തിൻ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 1500. എനിക്ക് തോന്നുന്നു ഒരെണ്ണം എന്തോ ഉള്ളൂ 1000-ന് മേളിൽ പോയിട്ടുള്ളൂ. ഒരെണ്ണം എന്തോ മാത്രം ഷോ സ്റ്റോപ്പർ ആയിട്ടുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതും 1100 ആണ്. ബാക്കി എല്ലാം 1000-നകത്തുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഇതൊരു ഡബിൾ ലെയറിൽ ഇങ്ങനെ നമ്മുടെ പരസ്പരം ഡിസൈൻ ഉണ്ടല്ലോ, ചെയിനും ബോളും അതുപോലത്തെ ഡിസൈനിൽ വന്നിരിക്കുന്ന, അത് ഡബിൾ ലെയറിൽ വന്നിട്ടുണ്ട്. താങ്ക് യു ശൈലജ. ഡബിൾ ലെയർ വന്നിട്ടുള്ള സെറ്റാണ് DY01 വിത്ത് ഇയറിംഗ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സെറ്റിന്റെയും കൂട്ടത്തിൽ കമ്മലുണ്ട്. കമ്മൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനത് കാണിക്കത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ്. DY01 ആണ്. 790 rupees. നോക്കിക്കേ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇത് ചെട്ടനാട് പെൻഡൻ സെറ്റ് ആണ്. ഫസ്റ്റ് സെറ്റ് ആണ് ഇത്. ഇതാണ് ഡിസൈൻ. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് മഞ്ഞയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് ലൈറ്റിങ്ങിൽ ഇട്ടിരിക്കുന്നത് കാരണം കുറച്ച് മഞ്ഞയായിട്ട് തോന്നുന്നതായിരിക്കും. ഒരു മിനിറ്റ്. പക്ഷെ മഞ്ഞച്ചല്ല ഇരിക്കുന്നത്, നോർമൽ നമ്മുടെ ചെട്ടനാട് ഷെയ്ഡാണ്. ഒട്ടും മഞ്ഞച്ചല്ല, നല്ല റിയൽ ഗോൾഡ്, അതായത് റിയൽ ഗോൾഡ് ലുക്കിലേക്ക് ഞാൻ പറയുമ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, റിയൽ ചെട്ടനാട് ഗോൾഡ് ലുക്കിലേക്കാണ് കേട്ടോ. ഓക്കെ, അഞ്ചു അല്ല ലവ്ലി, അച്ചു. ഓക്കെ, നോൺ ക്രിസ്ത്യൻ ഐറ്റംസും ഉണ്ട്. ഓക്കെ, DY01 ആണ്. 790. DY01 790 rupees. ഓക്കെ, സ്റ്റഡ് ആണ് കേട്ടോ. DY01 790 rupees. അടുത്തത് DY02 ആണ്. ഇതും 790. മുന്നേ കാണിച്ചതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ്. തുളസി നായർ ഹൈ, വേറൊരു ഡിസൈൻ ആണ്. മറ്റേത് ഡബിൾ ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇത് സിംഗിൾ ലെയർ ആണ്, പക്ഷെ ചെയിൻ കുറച്ചും കൂടെ കട്ടിയുണ്ട്. ഷൈനി സനിൽ ഹൈ. പിന്നെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ബോൾസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാനിത് വെച്ച് ഇട്ട് കാണിക്കാം. ഇത് പ്രത്യേകിച്ചും എഗെയിൻ ചെട്ടനാട് സാരീസ്, ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്നത് പോലത്തെ ചെട്ടനാട് സാരീസിന്റെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, DY02 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതും 790 ആണ്. വേണ്ട ഇതുപോലത്തെ മാലയുടെ ഒക്കെ കൂട്ടത്തിൽ, സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ലെങ്ത് വേണമെന്നുള്ളവർ എക്സ്ട്രാ അഡ്ജസ്റ്റബിൾ ത്രെഡ് പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് ചെയിൻ ആയിട്ടില്ല. ചെയിൻ വേണ്ടവർക്ക് നമുക്ക് നോർമൽ ഗോൾഡ് ഷെയ്ഡിലുള്ള ചെയിൻ തരാം, കാരണം മറ്റേത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ചെയിൻ ആൻഡ് ഹുക്ക് നമുക്ക് നോർമൽ ഗോൾഡ് ഷെയ്ഡിലുള്ളതുണ്ട്. അതും നോർമൽ ഗോൾഡ് ഷെയ്ഡ് ഇതും തമ്മിൽ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, അങ്ങനെ എടുത്ത് അറിയത്തൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് കഴുത്തിന്റെ പുറകോട്ട് പോകുന്നത് കാരണം അങ്ങനെ അറിയുന്നൊന്നുമില്ല. താങ്ക് യു സജന. അങ്ങനെ അറിയുന്നൊന്നുമില്ല. എന്നാലും ഇത് നമുക്ക് നിങ്ങൾക്ക് ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ത്രെഡ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഹുക്ക് ആൻഡ് ചെയിൻ തന്നെ മതി, അതാണ് സൗകര്യം ഉള്ളവർക്ക് അത് നമ്മളോട് മേടിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇതിങ്ങനെ കിടക്കും. ഇത് ഈ ഒരു ലെങ്തിൽ കിടന്നാലും നല്ലതാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മളുടെ ബോഡി കളറിൽ വരുമ്പോഴത്തേക്കും വലിയ വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? അതായത് ഒരു പളിച്ചെന്നിരിക്കുന്ന കളറുണ്ടോ, ലേറ്റ് ആയിട്ടില്ല, രണ്ടാമത്തെ ആയിട്ടുള്ള കേട്ടോ അമ്പിളി. ഓക്കെ, ഒത്തിരി നിങ്ങൾക്ക് ഇങ്ങനെ കളർ ഡിഫറൻസ് ആയിട്ടും അങ്ങനെയൊന്നും അറിയുന്നൊന്നുമില്ലല്ലോ. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗോൾഡ് ഷെയ്ഡ് തന്നെയാണ്. എൻ്റെ റിയൽ സ്വർണത്തിന്റെ കളറുമായിട്ട് നിങ്ങൾക്ക് അത്ര വലിയ ഡിഫറൻസ് ഒന്നും അറിയുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ DY02 ആണിത്. 790 rupees. ഓക്കെ, 790 rupees ആണ് DY02. ത്രെഡ് വേണ്ടവർ എക്സ്ട്രാ പർച്ചേസ് ചെയ്യുക, ചെയിൻ വേണ്ടവരും പർച്ചേസ് ചെയ്യുക. പക്ഷെ ചെയിൻ ഇതേ സെയിം ഷെയ്ഡ് ആയിരിക്കില്ല. അവസാനം ചെയിൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് സെയിം ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയരുത്. ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, കാണുന്നവർ. ഇതാണ് നല്ല ഡീറ്റെയിൽഡ് ഡിസൈൻ ആണ്. ഇതാണ് രണ്ടാമത്തെ സെറ്റ് DY02. ഇതിന്റെ നിങ്ങൾ ഫുള്ള് ലൈവ് കാണുക. ഇതിന്റെ പുറകിലുള്ള ഈ പച്ച കളർ അല്ലാത്ത ഐറ്റംസും വരുന്നുണ്ട് കേട്ടോ. DY02 ആണ്. അടുത്തത് DY03 ആണ്. എഗെയിൻ അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ്, പക്ഷെ പെൻഡന്റ് കുറച്ചും കൂടെ വലുതാണ്. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ പെൻഡന്റ് വേണമെന്നുള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. DY03 ആണ്. 790 rupees. ഇതാണ് പെൻഡന്റ്. DY03. ഇതിന് താഴെ 2 മൈല് വന്നിട്ട് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതേ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. സ്റ്റഡിന്റെ ഡിഫറൻസ്, പെൻഡന്റിന്റെ ഡിഫറൻസ് വലിയ ഡിഫറൻസ് ഇല്ല, പക്ഷെ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വലിപ്പമുണ്ട്. ഓക്കെ, DY03 ആണിത്. 790 rupees. സ്റ്റഡ് കൊണ്ട് കേട്ടോ, സ്റ്റഡ് കൊണ്ട്. DY03 മൂന്നാമത്തെ സെറ്റാണ്. DY03. സുധർമ്മ ജയസേനൻ ഹായ്. അടുത്തത് ഒരു ലോങ് ഹാരമാണ്. DY04 ആണ്. 870. നോൺ ഹിന്ദു ടൈപ്പ് ആണിത്. DY04 ആണിത്. ഇത് 870 rupees. ഇത് ജസ്റ്റ്
ഇങ്ങനെ താഴോട്ട് പേൾ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. ആ പേൾ ഹാങ്ങിങ്സ് ആണെങ്കിൽ തന്നെ അത് റൈസ് പേൾ ഹാങ്ങിങ്സ് ആണ്. എന്നിട്ട് നടുക്കായിട്ട് ഒരു റൂബി സ്റ്റോണ്, താഴെയായിട്ട് ഗ്രീൻ സ്റ്റോൺസ് വരുന്നു, മേളിൽ 2 ഭാഗത്തായിട്ട് മയില് വരുന്നു. എന്നിട്ട് ഈ ബീഡ്സിന്റെ മേള് ഭാഗത്തായിട്ട് കുറച്ച് റൈസ് പേൾസ് അഗെയിൻ വരുന്നുണ്ട്. ഇതിന് മാച്ചിങ് ആയിട്ട് തന്നെ അതിന്റെ തന്നെ ഒരു ഇയറിംഗും വരുന്നുണ്ട്. ഇയറിംഗ് ഡാംഗ്ലിംഗ് അല്ല, പക്ഷെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാംഗ്ലിംഗ് ആയിട്ട് തോന്നും. ഫിക്സ്ഡ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഇയറിംഗ് ആണ്. പക്ഷെ മാലയുടെ കൂട്ടത്തിൽ കറക്റ്റ് പാകമാണ്. DY04 ആണ്. 870 rupees. 870 rupees ആണ് കേട്ടോ. DY04. ബ്രിജിത മഞ്ജു ഹായ്. ഷൈനി ഹായ് ഡാ. DY04 ആണ് ഇപ്പൊ കാണിച്ചത്. അടുത്തത് DY05 ആണ്. ഇതാണ് ഇന്നത്തെ ലൈവിലെ ഏറ്റവും ഷോ സ്റ്റോപ്പർ ആയിട്ടുള്ള മാലയാണ്. എന്നാൽ 1100 ഇതാണ് ഫൈനൽ, ഏറ്റവും ടോപ്പ് പ്രൈസ് ഇത് മാത്രമാണ്. അതായത് ഹയസ്റ്റ് പ്രൈസ് ഇതിനാണ്. ബാക്കിയെല്ലാം ഇതിനകത്തുള്ളതാണ് കേട്ടോ. നല്ല ഗ്രാൻഡ് സെറ്റാണ്. ഇതാണ് അതിന്റെ കമ്മൽ. ഇതിനൊരു ജിമുക്കയുണ്ട്. ഗണപതിയാണ് സ്റ്റഡിൽ വരുന്നത്. താഴോട്ട് ഗോൾഡ് ബീഡ്സ് ആണ്. ഒരു കുട്ടി ജിമുക്കയാണ്. പെൻഡന്റ് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. 1100 rupees. DY05 ആണ് കേട്ടോ. DY05 പെൻഡന്റ് ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. അതിന് മുന്നേ ചെയിൻ വന്നിട്ട് ദേ ഇങ്ങനത്തെ ബോൾസ് ആണ്. ദേ ഇങ്ങനെ ബോൾസ് വന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ ഒരു റെഡ് ഗ്രീൻ ബീഡ്, പിന്നെ അഗെയിൻ നെറ്റഡ് ബോൾസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പെൻഡന്റ് കണ്ടോ. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇരിക്കുന്ന നല്ല ഗണപതി. ഗണപതിയുടെ മുഖമൊക്കെ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാം. നല്ല ഭംഗിയുള്ള ഗണപതിയാണ് കണ്ടോ. ഓക്കെ, പ്രജീല ഹായ്. DY05 ആണ്. 1100 rupees. 1100. ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരൊറ്റ ഇട്ടാൽ മതി. നല്ല ഗ്രാൻഡ് ആയിരിക്കും. കല്യാണത്തിനൊക്കെ പറ്റിയ സെറ്റാണ്. ഇപ്പൊ കർക്കിടകം കഴിഞ്ഞ് ഉടനെ അങ്ങോട്ട് ഇങ്ങനെ കല്യാണ സീസൺ അങ്ങ് തുടങ്ങുകയാണ്. DY05 ആണ്. 1100. ഓക്കെ, DY05 അഞ്ചാമത്തെ സെറ്റാണിത്. 1100 rupees. 1100. ലിസ വിൽസൺ ഹായ്. അടുത്തത് DY06 ആണ്. ഞാൻ ആദ്യമേ കാണിച്ച ആ മാലയില്ലേ ഡബിൾ ലെയർ മാല, അതുപോലത്തെ തന്നെ വേറൊരെണ്ണമാണ്. പക്ഷെ ഇതിന്റെ പെൻഡന്റ് കുട്ടി പെൻഡന്റ് ആണ്, കുഞ്ഞു പെൻഡന്റ് ആണ്. അഗെയിൻ സെയിം ഡിസൈൻ ആണ്, പക്ഷെ മയൂരലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. വിജയലക്ഷ്മി ഹൈ നോക്കിക്ക്. നല്ല ഭംഗിയുള്ള മയില് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മയിലിന്റെ മറ്റേ കൊക്കൊക്കെ ആണെങ്കിൽ നല്ല 3D ഡിസൈനിലാണ് നിൽക്കുന്നത്. DY06 ആണ്. 790 rupees. അപ്പൊ ഞാൻ ഈ കാണിച്ച ഈ പുറകില് പാലക്ക വന്നിട്ട് നടുക്ക് ദേവി വരുന്ന കുറെ പാറ്റേൺസ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. DY06 ആണിത്. 790 rupees. കമ്മലും ഉണ്ട്. 790 rupees കേട്ടോ. DY06. പെട്ടെന്ന് പോവാണ്, ഒരുപാട് എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് നല്ലൊരു പീകോക്കിന്റെ ഗ്രാൻഡ് സെറ്റ് ആണ്. DY07 ആണിത്. 870 rupees ആണിത്. 870. ഇതാണ് കമ്മൽ ആദ്യമേ കാണിച്ചിട്ട് ഞാൻ മാലയിലോട്ട് പോവാം. കമ്മല് ഏകദേശം മാലയുടെ അതേ റിപ്ലിക്ക തന്നെയാണ്. പെൻഡന്റിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണെന്നേ ഉള്ളൂ. 2 പീകോക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു. ഒരു ഡാംഗ്ലർ ആണ്. ഇതാണ് കമ്മല്. ഇനി മാല ദേ നോക്കിക്കേ, റൈസിംഗ് പീകോക്ക് പോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ. നോക്കിക്കേ, DY07 ആണിത്. 7ാമത്തെ കോഡാണ്, 7th കോഡാണ്. 870 rupees. ഒരു റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസിന്റെ മിക്സ് ആണ്. എന്നിട്ട് അതിന്റെ ബീഡ്സ് വന്നിട്ട് നോർമൽ മണിമാല. സരിത മുരളി ഹായ്. DY07 7ാമത്തെ കോഡാണ്. നിങ്ങൾ കാണുന്നവര്, കയറുന്നവര്, ജോയിൻ ചെയ്യുന്നവർ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്ത് പോണേ. എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം കേട്ടോ. DY07 കമ്മലിന്റെ വലിപ്പം. DY07 7ാമത്തെ കോഡാണിത്. 870 rupees. 870 രൂപ. DY07 7ാമത്തെ കോഡാണ്. അടുത്തത് DY08 ആണ്. മറ്റേതിന്റെ തന്നെ എഗെയിൻ വേറൊരു പാറ്റേൺ. DY08 8ാമത്തെ കോഡ്. പക്ഷെ ഇതിന്റെ ദേവി നോക്കി എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്നിനോട് വ്യത്യാസമാണ്. ഒന്നും ഡിഫറൻസ് ഇല്ല. പാറ്റേൺസിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ പ്രൈസ് എല്ലാത്തിന്റെയും സെയിം ആണ്. DY08 ആണ്. നല്ല കരിമ്പച്ചയാണ്. പുറകിൽ വന്നിരിക്കുന്നത് ഇനാമൽ അല്ല, ഗ്ലാസ് ആണ്. എടുത്ത് പറയുന്നു. ഇത് കണ്ടോ, ഗ്ലാസ് സ്റ്റോൺ ആണ്. കണ്ടോ, ഇത് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇങ്ങനെ നോക്കിയാൽ അറിയാം.
ഇത് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്ലാസ് സ്റ്റോൺ ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് അത് വേറെ പച്ചയായിട്ട് തോന്നും, പക്ഷെ നല്ല കരിമ്പച്ചയാണ് കേട്ടോ. നോക്കിക്ക് നല്ല ഭംഗിയാണ്. DY08 ആണ്. 790 rupees, 790 രൂപ. 8ാമത്തെ കോഡ് കേട്ടോ, 8ാമത്തെ കോഡ്. ഓക്കെ, 8ാമത്തെ കോഡ്. സ്റ്റഡ് ഉണ്ട് ഇതിലും. എല്ലാത്തിൻ്റെയും സ്റ്റഡ് ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ, സെയിം സ്റ്റഡാണ്. പെൻഡന്റിന് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. പെൻഡല്ല, പെൻഡന്റ്. DY08. അടുത്തത് DY09 ആണ്. ഇത് വന്നിട്ട് ചെയിനും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഡബിൾ എയർ ചെയിനും അല്ല, ചെയിൻ വന്നിട്ട് മുത്തുമല്ല, ഇത് ഫുള്ള് മണിമാലയാണ്. ഇത് പെൻഡന്റ് ഇങ്ങനെ DY, ഇത് മേളിലൊരു ഗോപുരം പോലെ ഒരു ഇതുപോലെ ഉണ്ട്. താഴോട്ട് അലുക്ക് ദേവി പെൻഡൻസ്, മയൂരലക്ഷ്മി. DY9 790 rupees, 790. മുന്നോട്ട് വരുന്നുണ്ട് കേട്ടോ, ഇതല്ല ഇല്ലാത്തതും വരുന്നുണ്ട്. DY9 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 790 rupees, 790 rupees. DY09 9ാമത്തെ കോഡാണ്. DY09 ആണ്. 790 rupees. DY09 790. രേണു രാജീവ് ഹായ്, നിധി ഹായ്. DY09 ആണ് കേട്ടോ ഇത്. അടുത്തത് DY10 ആണ്. ഇത് നമ്മുടെ ഇതേ ഡിസൈൻ തന്നെയുള്ള പെൻഡന്റ് ഉണ്ട്, പക്ഷെ അതില് മറ്റേ നമ്മുടെ ദേവിയുടെ ഡിസൈൻസ് ഒന്നുമില്ല. ജസ്റ്റ് പീകോക്കും നടുക്കുള്ള ആ ഒരു പച്ചക്കളർ, അതായത് പാലക്ക മാലയുടെ തന്നെ ചെട്ടിനാട് വേർഷൻ വിത്ത് ഡിഫറെന്റ് ഡിസൈൻ. ഷൈന ഹായ്. DY10 ആണിത്. 720 rupees. സുഖമായിരിക്കുന്ന വാട്ട് അബൌട്ട് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. നിധി താങ്ക് യു സോ മച്ച്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നിധി സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. DY10 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിന്റെ സ്റ്റഡിലും ഇതുപോലെ തന്നെ പച്ചക്കല്ലുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. DY10 ആണ്. 720 rupees. ഇതിന്റെ ചെയിൻ ഇങ്ങനെയാണ് കേട്ടോ, നമ്മുടെ മുറുക്ക് ചെയിൻ പോലെയാണ്. DY10 ആണ്. 720, 720 രൂപ. DY10. ഓക്കെ, 10ാമത്തെ കോഡാണ്. ഇനി അതിന്റെ തന്നെ കളർ ഡിഫറൻസ് ആണ്, നല്ല റെഡിഷ് മെറൂൺ ആണ്. ഷീല മധു ഹായ്. അതിന്റെ തന്നെ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ഡിസൈൻ എല്ലാം സെയിം ആണ്. ഇതാണ് കളറ്. DY11 11ാമത്തെ കോഡാണ്. 720 rupees. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, സെയിം ഡിസൈൻ, കളർ ഡിഫറൻസ്, സെയിം പ്രൈസ്. 720 rupees. DY11 11ാമത്തെ കോഡാണ് കേട്ടോ. D for donkey, Y for പെട്ടെന്ന് കിട്ടുന്നില്ല, യാക്ക്. DY11 ആണ്. 720 rupees, 720 രൂപ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. ചെട്ടിനാട് പെൻഡൻ സെറ്റ്സ് ആണ് കേട്ടോ, ചെട്ടിനാട് പെൻഡൻ സെറ്റ്സ് ആണ്. DY11 720 rupees. DY11 11ാമത്തെ കോഡ്. ഓക്കെ, അടുത്തത് DY12 ആണ്. DY12 ഇത് നമ്മളുടെ ആ ഡബിൾ ലെയർ വന്നിട്ട് ഇത് ദേവിയുടെ പെൻഡന്റ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അങ്ങനത്തെ സ്റ്റോണും അങ്ങനെ ഒന്നുമില്ല. DY12 ആണ്. 590 rupees ഉള്ളൂ. ദേവിയുടെ ഇത് വരുന്നു, മേളിലായിട്ട് ഗ്രീൻ സ്റ്റോൺ വരുന്നു. പെൻഡന്റ് നോക്കിക്കേ. DY12 590 rupees, 590 rupees. ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കാം. എക്സ്ട്രാ ത്രെഡ് വേണ്ടവർ അത് നോക്കി പർച്ചേസ് ചെയ്തോളുക. കണ്ടോ, നല്ലൊരു മാലയാണ്. ഇതിപ്പോൾ ഇങ്ങനെ കിടന്നോളും. ഇതുപോലത്തെ സാരിയുടെ ഒക്കെ കൂട്ടത്തിലും ചെട്ടനാട് സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ലതായിരിക്കും. DY12 ആണ് കേട്ടോ ഇത്. 12 12ാമത്തെ കോഡാണ്. 590 rupees, 590 രൂപ. 590. DY12 കേട്ടോ, 12ാമത്തെ കോഡ്. DY12. അടുത്തത് DY14 ആണ്. ഞാൻ അത് മറ്റേ നെക്ക് കാണിക്കുന്നില്ല, കാരണം എന്നാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണിച്ചാലായിരിക്കും കുറച്ചും കൂടി ഇത്. ഇതിന്റെ ചെയിൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റിഫായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അത് കയ്യിലൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കിയാൽ മതി. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ചെയിൻ വന്നിരിക്കുന്നത്. DY14 ആണ്. 14ാമത്തെ കോഡാണ്. ഇതാണ് പെൻഡന്റ്. നല്ല മയൂരലക്ഷ്മി, മേളിലായിട്ട് ഗ്രീൻ കളർ സ്റ്റോൺ ആണ്. അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റഡാണ് കേട്ടോ ഇത്. ഇതാണ് സ്റ്റഡ് മാല. ഇത്
സ്റ്റഡ് ഇത് കണ്ടോ, നല്ല ഇതേ സെയിം മാല ആൻഡ് കമ്മൽ സെയിം ഡിസൈൻ. എന്ത് പെർഫെക്ഷനാന്ന് നോക്കിക്കേ. ആ ദേവിയുടെ ഡിസൈനൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. മേളിലായിട്ട് ഗ്രീൻ സ്റ്റോണും കൂടെ വന്നിരിക്കുന്ന കാരണം നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പം ഇത് വേണ്ടവർക്ക് ഇത് കുറച്ചും കൂടെ ഇങ്ങനെ കഴുത്തിനോട് ചേർത്തിട്ടിട്ടും ഇതിനെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അത് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് കിടത്തി സ്റ്റൈൽ ചെയ്യാം, നല്ല ഭംഗിയാണ്. ഓക്കെ, DY14 ആണിത്. 590, 590 രൂപ, 590. DY14 ഇതാണ് കേട്ടോ. 2 ലെയർ സിമ്പിൾ ആയിട്ടുള്ള ചെയിനാണ് DY14. പിന്നെ ഈ മാലകൾ മുന്നേ കാണിച്ച മാലകൾ ഓക്കെ, അതിൻ്റെ ഒന്നും നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല. അതൊന്നും ഊരിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. മുന്നേ കാണിച്ചതൊന്നും ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഊരിയെടുക്കാം. അർച്ചന എൻ്റെ ഗൃഹപ്രവേശനത്തിന് നമ്മുടെ മാലയാണ് ഇട്ടിരുന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ പൈസ ചോദിച്ചു. താങ്ക് യു മൈര, താങ്ക് യു സോ മച്ച് ഭവ്യ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെയിൻ നിങ്ങൾക്ക് ഇങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെയിനിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ഇതാണ് സാധനം. DY14 14 കോഡ്. ഓക്കെ, DY14 14 കോഡാണ്. 590 റുപ്പീസ്. അടുത്തത് അതിൻ്റെ തന്നെ ജസ്റ്റ് ഒരു കളർ വേരിയേഷൻ മാത്രമാണ്. ഒരു കോറൽ ഷെയ്ഡ് വന്നിരിക്കുന്നു. എനിക്ക് നല്ല ഭംഗി നോക്കിക്കാൻ. അതിൻ്റെ ആ ഡിസൈൻ എനിക്ക് ഭയങ്കര ചെട്ടനാട് ആൻറ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ആൻറ്റിക് ഷെയ്ഡാണ്. DY15 ആണ്. 590 രൂപ. ഇതിനും 590 രൂപയാണ്. കമ്മലും മാലയും ചെയിൻ്റെ ഇങ്ങനെ വരുന്നു. DY15 15 കോഡാണ്. 590 റുപ്പീസ്. 590 രൂപ മാത്രം. 590 റുപ്പീസ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഓണം ഡിസൈൻസ് ആണ്, അത് കാരണം ആരും മിസ് ചെയ്യരുത്. DY15 ആണ്. 590. ഞാൻ എൻ്റെ വള പോലും ഇടാൻ മറന്നുപോയി. കയ്യിൽ തീരെ മേലായിരുന്നു, കൈക്കും കാലിനും ഒക്കെ ഭയങ്കര വേണം. അടുത്ത സെറ്റ് കുറച്ചും കൂടെ വലിയ സെറ്റാണ്, കുറച്ച് ഗ്രാൻഡ് സെറ്റാണ്. DY16 ആണ്. ഇതാണ് സെറ്റ്. ഞാൻ ഇട്ട് കാണിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പേടിക്കും. DY16 790 റുപ്പീസ്. 790 രൂപയാണ്. നോക്കിക്കേ, മയൂരലക്ഷ്മിയാണ്. മേളിൽ വ്യാളി മുഖമൊക്കെ കൂടെ വരുന്നുണ്ട്. നോക്കിക്കേ, DY16 16 കോഡാണ്. DY16 790. ഇതാണ് സെറ്റ്. അപ്പം നമ്മൾ മാലയുടെ കൂട്ടത്തിൽ ഇടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ ചെയിൻ ഒന്നും ഒത്തിരി വലിപ്പമില്ലാത്തത് കാരണം പെൻഡന്റ് ഇങ്ങനെ വരുന്നത് കൊണ്ടും വലിയ ഓവറായിട്ടൊന്നും തോന്നിക്കത്തൊന്നുമില്ല. എന്നാൽ പാകത്തിനുള്ള വലിപ്പമാണ്. ആവശ്യത്തിനുള്ള ആ ഒരു ലക്ഷറി ഫീൽ തരുകയും ചെയ്യും. DY16 ആണ്. 790 റുപ്പീസ്. 790. DY16 16 കോഡാണ് കേട്ടോ. 16. അടുത്തത് DY18 ആണ്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ബോൾസ് കൂടെ വരുന്ന സെറ്റാണ്. DY18 18 കോഡാണ്. 590 റുപ്പീസ്. ഇങ്ങനത്തെ ഡിസൈൻ. DY18 18 കോഡാണ്. DY18 പച്ചക്കല്ല് മേളിൽ ദേവിയുടെ ഡിസൈൻ. DY18 18 കോഡ്. 18 കോഡാണ്. DY18 ആണ്. 590. കേട്ടോ, നെക്ക് തന്നെ നോക്കും. ഇങ്ങനെ വെക്കുമ്പോഴേക്ക് ഡിസൈൻ അവിടെ കാണുന്നില്ല. 18 കോഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. DY18 ആണ്. DY18 ഡിസൈൻ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ വെക്കാം. 18 കോഡാണ്. DY18 590. ഓക്കെ, അടുത്തത് DY19 ആണ്. ഞാൻ മുന്നേ കാണിച്ചത് പച്ച കാണിച്ചു, ഇതേ ഡിസൈനിന്റെ റൂബി കാണിച്ചു. ഇപ്പൊ റൂബി അല്ല, കോറൽ ഷെയ്ഡ് കാണിച്ചു. ഇപ്പൊ നല്ല ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഡാർക്ക് മെറൂൺ. DY18 ആണ്. 590 റുപ്പീസ്. ഇതാണ് കമ്മൽ കേട്ടോ. DY18 590 റുപ്പീസ്. 590 രൂപ. 590. ആരും കമന്റ് അയക്കാത്തതാണോ, എനിക്ക് കിട്ടാത്തതാണോ? ആണ്. 18 കോഡാണ്. സോറി, 18. DY18 ആണിത്. അപ്പൊ ഇതോ 17 ആണോ? ഓക്കെ, അപ്പൊ ഇത് DY17 ആണ്. ഇത് 17 ആണ്. 590. DY17 590 കേട്ടോ. DY17. ഓക്കെ, ആരും കമന്റ് ഇടാത്ത, ഞാൻ ഓർത്തിനി എനിക്ക് കമന്റ് കിട്ടാത്തതാണ്. DY17 ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 590 കേട്ടോ. 590. അടുത്തത്
അല്ല, അല്ല, അതിൻ്റെ ചെയിൻ വ്യത്യാസമുണ്ട്. കാണിച്ചു, മാല കാണിച്ചു. സോറി തൊട്ടടുത്ത് വെക്കാൻ ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി, സോറി. 17 കാണിച്ചു. കോറലിൻ്റെ ഈ ഇതാ എനിക്കറിയില്ല. അവസാനം അപ്പോൾ 17 ഞാൻ കാണിച്ചിട്ട് DY17 ഞാൻ കാണിക്കാം കേട്ടോ. ഒന്നും കൂടെ ആകെ കൺഫ്യൂഷനായി. 1 മിനിറ്റ്, ഞാൻ ഒന്നും കൂടെ കാണിക്കാം. DY17 ആണ് ഇപ്പം കാണിക്കാൻ പോണത്. DY17 ഇതാണ്. ഓക്കെ, ഇത് ഞാൻ ഒന്ന് കാണിച്ചിരുന്നു തോന്നുന്നു, ഇല്ലെങ്കിൽ സോറി. ഇത് DY17 ആണ്, 590. ഇത് DY17 നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കുറേ പേര് ചോദിക്കുന്നുണ്ട്. DY17 590 കേട്ടോ. ഇത് ഗ്രീൻ ആണ് DY17. ഇനി DY18 ഞാനിപ്പോൾ കാണിച്ച മറ്റേ മെറൂൺ ആണ്. ഓക്കെ, ഇതാണ് DY18. അതിൻ്റെ കമ്മലും ഉണ്ട്. ഇതും 590 റുപ്പീസ്. പ്രൈസിനൊന്നും വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് കോഡ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. DY18 ആണിത്, 590. DY17 മറ്റേ ഗ്രീൻ സ്റ്റോൺ ആയിരുന്നു. DY18 ഇപ്പതേ ഡാർക്ക് റെഡ്. ഓക്കെ, ശൈലജ ലാസ്റ്റ് പറയാവേ, ഇടയ്ക്ക് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും. ലാസ്റ്റ് പറയാം കേട്ടോ കോറൽ ഏതാണ്. അടുത്തത് DY19 ആണ്. എഗെയിൻ നമ്മുടെ 2 ലെയർ ചെയിൻ വരുന്നത് തന്നെയാണ്, പക്ഷെ അതിനകത്ത് റെഡ് സ്റ്റോൺ ആണ് മേളിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിലും വ്യത്യാസമുണ്ട്. 17ഉം 18ഉം ഞാൻ ഒന്നും കൂടെ കാണിച്ചു സജന, ഒന്നുകൂടെ കാണിച്ചേ. ഇതിപ്പോൾ DY19 ആണ്, 590 റുപ്പീസ്. DY19 590. DY19 ആണ്, 590. DY19 590. ഓക്കെ, 19ാമത്തെ കോഡാണ്, 590 റുപ്പീസ്. DY19. അടുത്തത് DY20 ആണ്. ഇത് നമ്മളുടെ ഈ ഒരു ഇതുപോലത്തെ ലൈറ്റ് കളർ ഗ്രീൻ കളറിലുള്ള സ്റ്റോൺസ് വരുന്ന ഒരു ഗോപുരം ഡിസൈൻ വരുന്ന പെൻഡൻ സെറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സെറ്റാണ്, ഫുൾ ഗ്രീൻ സ്റ്റോൺസ് വരുന്നതാണ്. DY20 ആണ്, 770 റുപ്പീസ്. DY20 അഞ്ചെണ്ണം. ഇനി 5എണ്ണം കൂടെ ഉള്ള DY20 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്, 770 റുപ്പീസ്. ഗ്രാൻഡ് പെൻഡൻ സെറ്റ് ആണ് കേട്ടോ. DY20. ഇതിന്റെ ചെയിൻ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെയിൻ. DY20. അടുത്തത് DY21 ആണ്. എഗെയിൻ സെയിം പെൻഡന്റ് പോലത്തെ തന്നെ, കുറച്ചും കൂടെ സെയിം പെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഗ്രാൻഡ് സെറ്റാണ്, പെൻഡന്റ് സെറ്റ് തന്നെയാണ്. ഇതുപോലത്തെ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ഒരു നടുക്കൊരു ദേവി വന്നിട്ട് ഇത് കണ്ട ഒരു അമ്പലം പോലെ, പെട്ടെന്ന് കണ്ട പാർലമെന്റ് പോലെ തോന്നും. നോക്കിക്കേ. എന്നിട്ട് അതിന്റെ സൈഡിലൊക്കെ ഒത്തിരി തൂണുകളൊക്കെ ആയിട്ടുള്ള ഒരു അമ്പലം, മേളിൽ ഇങ്ങനെ ഗോപുരം ഡിസൈൻ, നടുക്കായിട്ട് ദേവി. മൾട്ടി സ്റ്റോൺഡ് ആണ് കേട്ടോ, മൾട്ടി ബീഡഡ് ആണ്, റെഡ് ആൻഡ് ഗ്രീൻ മിക്സ്ഡ് ആണ്. അതിന്റെ ബീഡ്സ് വന്നിട്ട് മത്തങ്ങ ബീഡ്സ് ആണ് കേട്ടോ, നമ്മുടെ വാട്ടർമെലൻ ബീഡ്സ് ആണ്. ഓക്കെ, DY21 ആണിത്, 870 റുപ്പീസ്. മാച്ചിങ് ഇയറിംഗ്. DY21 21ാമത്തെ കോഡാണ്, 870 റുപ്പീസ്, 870 രൂപ. അമ്മിണി ദിനകരൻ ഹായ്. 13 മിസ്സാണ്. ഇല്ല അമ്മിണി, 13 നമ്മൾ കാണിച്ചിട്ടില്ല. 13 ഇല്ല കേട്ടോ, 13 ഇല്ല, മിസ്സായതല്ല. 13 ഇല്ല. 12 കഴിഞ്ഞാൽ പിന്നെ 14 ആണേ. അടുത്തത് DY21 ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്, 870 റുപ്പീസ് കേട്ടോ, 870. അടുത്തത് DY22 ആണ്. എഗെയിൻ ഒരു കുഞ്ഞ് ലോക്കറ്റ് ആണ്. DY22 ആണിത്, 22 590 റുപ്പീസ്. ഇതാണ് ലോക്കറ്റ്. വേറെ ആർഭാടങ്ങൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുഞ്ഞു പെൻഡൻ വിത്ത് ലോങ് ആയിട്ടുള്ള ചെയിൻ. DY22 ആണിത്, 590 റുപ്പീസ്, 590 രൂപ, 590 റുപ്പീസ്. DY22 22ാമത്തെ കോഡാണ്. DY22 ആണിത്, 590, 590. ഓക്കെ, അടുത്തത് DY23 ആണ്. എഗെയിൻ നമ്മുടെ ആ ഒരു ദേവി അതേ ഡിസൈനിൽ വന്നിരിക്കുന്ന ലൈറ്റ് കളർ ലൈറ്റ് ഗ്രീൻ സ്റ്റോൺസ് ബീഡ്സ് താഴെയുള്ള DY23 ആണ്, 770 റുപ്പീസ്. DY23 ആണ്, 770 റുപ്പീസ്. DY23 23ാമത്തെ കോഡാണ്. DY23 ആണ്, 770 റുപ്പീസ്. ഇതാണ് ദേവി പെൻഡന്റ്. DY23 23ാമത്തെ കോഡാണ്, 23 770 റുപ്പീസ് കേട്ടോ. DY23.
അടുത്തത് DY24 ആണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാം ഓൾമോസ്റ്റ് സെയിം ജോണറിലുള്ളതാണ് കേട്ടോ. പെൻഡന്റിന്റെ വലിപ്പമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇനിയിപ്പോൾ അടുത്തത് മാത്രമാണ് ഗ്രാൻഡ് ആയിട്ടൊരെണ്ണം വരുന്നത്. DY24 ആണിത്. 870 റുപ്പീസ് കേട്ടോ. 870. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് കേട്ടോ. ചെട്ടിനാട് പെൻഡന്റ് സെറ്റ്സിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ്. DY20 ആണ് ഇത് ഇപ്പൊ കാണിക്കുന്നത്. DY24 24 കോഡ് 870 870 രൂപ പെൻഡന്റ്. ഇത് DY24 24 കോഡാണ്. DY24 ആണിത്. 870 DY24 24 കോഡ്. അടുത്തത് ലാസ്റ്റ് സെറ്റ് ആണ്. DY25 ആണ് നമ്മുടെ ലാസ്റ്റ് ഷോ സ്റ്റോപ്പർ. DY25 25 കോഡാണ്. 790 റുപ്പീസ് കഥകളി പെൻഡന്റ് സെറ്റ്. DY19 മാം ഞാൻ 19 കാണിച്ചു. പ്രേമ രാജഗോപാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കാണുന്നതെന്ന് തോന്നുന്നു. അതെന്താ അതിനകത്ത് ഹൈയും ഇപ്പം ഇതിനകത്ത് DY19 കാണിക്കുന്നു. Started now? No ma'am, like we have already like finished the line. ഓക്കെ, അപ്പോൾ ഇത് DY25 ആണ്. 790 റുപ്പീസ്. നല്ല കഥകളി പെൻഡന്റിന്റെ സ്റ്റഡാണ്. ഇത് നല്ല സ്റ്റഡും ഈ ഒരു മാലയും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് സെറ്റാണ്. നോക്കിക്കേ, നല്ല ഫിനിഷിംഗ് ഉള്ള ഗണപതി സെറ്റാണ്. ഹെഡിൽ ആ ഒരു കിരീടത്തിൽ ഫുള്ള് സ്റ്റോൺസ്. കഥകളി തന്നെ ഞാൻ പറഞ്ഞത്. കഥകളി സെറ്റാണ്. DY25 790 കേട്ടോ. 790 ആണ്. ഇത് ഫുള്ള് ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. അതും കിരീടം ഫുള്ളും റെഡ് ആൻഡ് ഗ്രീൻ മിക്സഡ് സ്റ്റോൺസ് ആണ്. കഥകളി സെറ്റ്. അതിൽ ബീഡ്സ് താഴോട്ട് വരുന്നു. ഈ കമ്മലും അതുപോലെ തന്നെ. ഓക്കെ, DY25 790 റുപ്പീസ് 790 രൂപ. DY25 25 സെറ്റ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഈ ഒരു ചെട്ടനാട് പെൻഡന്റ് സെറ്റ്സിന്റെ ലൈവ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഓണം സെയിലിന്റെ ഭാഗമായിട്ടുള്ള ചെട്ടനാട് കളക്ഷൻസ് ആണ്. പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ്. വിത്തിൻ ഇന്ത്യ എങ്ങോട്ടാണേലും ഫ്രീ ഷിപ്പിംഗ് ആണ്. കോറൽ സെറ്റിന്റെ കോഡ് എത്രയാണെന്ന് പറയുന്നത് എന്നതുണ്ട്. കോറൽ സ്റ്റോൺ, ഓറഞ്ച് കളർ സ്റ്റോൺ. ഓറഞ്ച് ഷെയ്ഡ്. DY15 ആണ് കേട്ടോ. പ്രേമ DY15 ആണ്. സോറി, നോട്ട് പ്രേമ, ശൈലജ ശങ്കർ DY15 ആണ് കോഡ് കേട്ടോ കോറലിന്റെ. ബിന്ദു അനിൽകുമാർ ഹായ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ. ഇനിയിപ്പോൾ അടുത്ത ലൈവ് അടുത്ത ആഴ്ച ആയിരിക്കും. അടുത്ത ആഴ്ച ഉണ്ടാകാൻ നോക്കാം. മിക്കവാറും മാക്സിമം ഉണ്ട്. കാരണം ഇപ്പോൾ വിഷു ഒക്കെ വരുന്നതല്ലേ. സോറി, വിഷു എനിക്ക് മൊത്തത്തിൽ ഇന്ന് ചാനൽ വിട്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ദേഹം വേദനയൊക്കെയാണ്. കാരണം മൊത്തത്തിൽ എന്തൊക്കെയോ പറയുന്നു. അടുത്ത ആഴ്ചത്തെ ലൈവ് എന്താണെന്നുള്ള കാര്യം പറയാം. ഇൻ ദി മീൻ ടൈം ഈ വീക്കിൽ ഫുള്ളും റീൽസ് ആയിട്ടും പിക്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ്സ് ഉണ്ടാവും. അപ്പോൾ ആരും മിസ് ഔട്ട് ചെയ്യരുത്. പിന്നെ പറയാൻ വന്നത് എന്താ, വളകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. പിന്നെ വേറൊരു ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഐറ്റംസ് എന്തെങ്കിലും ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് അറിയിക്കുക. കുറെ പേര് കീ ചെയിൻസ് കൈ ചെയിൻ പറഞ്ഞു. കൈ ചെയിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ അളവ് നമുക്ക് യൂണിവേഴ്സലായിട്ട് ഇപ്പോൾ വള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സലായിട്ട് 24, 26, 28, 210 വരെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് കാരണം അത് നമുക്കൊരു ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അതുപോലെ നമുക്ക് കൈ ചെയിൻ എടുക്കാൻ പറ്റില്ല. അതിനൊരു അഡ്ജസ്റ്റബിൾ ആ ഒരു ചെയിൻ ആൻഡ് ഹുക്ക് ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വെറൈറ്റി നമുക്ക് അധികം എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മൂക്കൂത്തി നമ്മൾ ഉറപ്പായും നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കും. പിക്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും. ലൈവ് ചെയ്യാൻ പറ്റില്ല, കാരണം അതെനിക്ക് ഇട്ട് കാണിക്കുന്നത് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ പിക്സ് ആയിട്ട് മൂക്കൂത്തി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആംഗ്ലറ്റ്സും നമ്മൾ നോക്കട്ടെ, പുതിയ കളക്ഷൻസ് ഒന്നെങ്കിൽ ചിലപ്പോൾ ലൈവ് ചെയ്യും. പക്ഷെ എന്നാലും ആംഗ്ലറ്റ്സ് അത്യാവശ്യം എല്ലാ കളക്ഷൻസും നമ്മൾ അപ്ലോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാരണം ആംഗ്ലറ്റ്സ് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്തെങ്കിലും അല്ലാത്തതായിട്ട് പുതിയ കളക്ഷൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. മാക്സിമം നമ്മളത് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താ, ഓണം സ്പെഷ്യൽ കളക്ഷൻസും നമ്മുടെ ട്രഡീഷണൽ കേരള ഡിസൈൻസും ഒക്കെ റീൽസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റാദർ ദാൻ ഒരു ലൈവിനെക്കാട്ടിലും ഇതായിട്ട് ഞാൻ റീൽ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലോസപ്പിൽ നിങ്ങൾക്ക് ഐറ്റത്തിൻ്റെ ഇതും ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇട്ടിട്ടും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ. ഇനി അടുത്ത ലൈവിനെ കാണാം. ബൈ ബൈ. ഇപ്പോൾ ജോയിൻ ചെയ്തവർ ഷെയർ ചെയ്തിട്ടിരുന്ന് കാണുക. 25 കളക്ഷൻസേ ഉള്ളൂ കാണിച്ചുള്ളൂ. ചെട്ടനാട് കളക്ഷൻസ് ആണ്, എടുത്തു പറയുന്നു. ചെട്ടനാട് കളക്ഷൻസ് ആണ്.
നോർമൽ ഗോൾഡ് ഷെയ്ഡ് അല്ല കേട്ടോ. ചെട്ടനാട് കളക്ഷൻസ് ആണ്. ഫ്രീ ഷിപ്പിംഗ് എങ്ങോട്ടാണേലും. ട്രൈ ടു ബ്രിങ് സം ത്രെഡ് ഓർണമെന്റ്സ് ഓൾസോ. ത്രെഡ് ഓർണമെന്റ്സ് എന്ന് പറയുന്നത് മാം എനിക്ക് മനസ്സിലായില്ല, മനസ്സറിയാമോ മാം? ലൈക്ക് ഈസ് ഇറ്റ് ലൈക്ക് ത്രെഡ് വിത്ത് പെൻഡന്റ് ഓർ ത്രെഡ് ആൻഡ് ഇൻ ബിറ്റ്വീൻ സ്മോൾ ബീഡ്സ്? ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ത്രെഡ് വിത്ത് പെൻഡന്റ് വി വിൽ ട്രൈ ദാറ്റ്. ട്രഡീഷണൽ കളക്ഷൻസ് ലൈവ് ഉണ്ടോ? ഞാൻ ട്രൈ ചെയ്യാം നിഷ ധനേഷ്, മാക്സിമം ട്രൈ ചെയ്യാം ട്രഡീഷണൽ കളക്ഷൻസ്. എന്തായാലും ഓണത്തിന് മുന്നേ അങ്ങനെ ഒരു ലൈവ് നമ്മൾ കൊണ്ടുവരണമല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ മാക്സിമം നമ്മൾ നോക്കും. പിന്നെ സിമ്പിൾ നെക്ലസ് കളക്ഷൻസ് നമ്മൾ എന്തായാലും ലൈവ് ചെയ്തിരിക്കും. കാരണം ഒരുപാട് സിമ്പിൾ നെക്ലസ് കളക്ഷൻസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള സിമ്പിൾ നെക്ലസ്, അതായത് വലിയ ചക്ക മാലകളല്ല, സിമ്പിൾ ആയിട്ടുള്ളത്. ഏത് അറ്റയറിന്റെ കൂട്ടത്തിലും, സാരി ആണെങ്കിലും ഓണം സാരി ആണെങ്കിലും എല്ലാത്തിന്റെയും കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് നമ്മൾ കൊണ്ടുവരാം. സിൽവർ മൂക്കൂത്തി നമ്മൾ അല്ല, ഗോൾഡിന്റെ മൂക്കൂത്തി, റിയൽ സിൽവർ അല്ല സജന, റിയൽ സിൽവറിന്റെ ഗോൾഡ് പ്ലേറ്റഡ് അല്ല, നമ്മുടെ നോർമൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് മൂക്കൂത്തിയുടെ ഞങ്ങൾ ലോഞ്ച് ചെയ്യും. ഈവൻ റിയൽ സിൽവറിൻ്റെതാണെങ്കിലും പ്രസ് ടൈപ്പും ഉണ്ടാകും, പിന്നെ ഈ പിരി ടൈപ്പ് ഉണ്ടാവില്ല. മൂക്കൂത്തിയുടെ സിൽവറിൽ വരുമ്പോൾ, ഞാൻ സിൽവറിന്റെ കാര്യമാണ് പറയുന്നത്, സിൽവർ ഷെയ്ഡിൽ മൂക്കൂത്തിയുടെ വരുമ്പോൾ പ്രസ് ടൈപ്പും ഉണ്ടാകും, പിന്നെ ഈ വയേർഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് നമ്മൾ നമ്മളുടെ ഹോളിനകത്തൂടെ ഇട്ടിട്ട് വയേർഡ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന ടൈപ്പിലുള്ള മൂക്കൂത്തിയും ഉണ്ടാകും. ബട്ട് അത് പിരി ടൈപ്പ് ഉണ്ടാകില്ല. ഞാൻ പറയുന്നത് സിൽവർ ഷെയ്ഡിലുള്ളതാണ്, നോട്ട് റിയൽ സിൽവർ വിത്ത് ഗോൾഡ് ഷെയ്ഡ് കേട്ടോ. എക്സ്പെക്ടിങ് ലോങ് ചെയിൻ വിത്ത് ട്രഡീഷണൽ പെൻഡൽ കളക്ഷൻസ്. അത് ഓൾറെഡി ചെയ്തിരുന്നല്ലോ നിഷ. ഓക്കെ, വേറൊരു ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് എനിക്ക് ഒന്ന് കുറെ പേര് അതായത് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം അടുത്ത ലൈവ് മുതൽ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് മാത്രമായിട്ട് ഡിസ്കൗണ്ട്സ് ഉണ്ടാകും. ഞാൻ എടുത്ത് പറയാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ട് ആരും ഇപ്പൊ കമ്മ്യൂണിറ്റിയിൽ കയറുന്നില്ല, കുറെ പേരൊക്കെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് ആയി. അപ്പൊ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രം ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടാകും. അത് വേറൊരു കാര്യം പറയട്ടെ, കമ്മ്യൂണിറ്റിയിൽ ഇതിനു വേണ്ടി മാത്രം ജോയിൻ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. കാരണം നമ്മൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടാവും. അതിനു മുന്നേ നമ്മൾ ഡിസ്കൗണ്ട് കോഡ് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രം ഞാൻ എടുത്ത് പറയുന്നു. ഓക്കെ, പിന്നെ ലോങ് ചെയിൻ വിത്ത് ട്രഡീഷണൽ പെൻഡന്റ് നമ്മൾ ഓൾറെഡി ഒരു ഡി സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിഷ ധനേഷ്. അതിന്റെ ലൈവിന്റെ ലിങ്ക് ചോദിക്കണമെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് ചോദിക്കുക. ഓൾറെഡി ചെയിൻ, അതായത് നമ്മുടെ നോർമൽ താലി ചെയിൻസിൽ പെൻഡന്റ് കളക്ഷൻസിന്റെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അല്ലാത്ത നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാലക്ക പെൻഡന്റ്, ഫിക്സ്ഡ് ആയിട്ടുള്ള പെൻഡന്റ് കളക്ഷൻസിന്റെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ട്രഡീഷണൽ ഓണം കളക്ഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ നെക്ലസും ഒക്കെ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. ഇപ്പൊ കാണുന്നവർ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തോളൂ. കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമായിരിക്കും ഡിസ്കൗണ്ട് കോഡ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈവ് ആണ്, ഈ ലൈവിലല്ല, നെക്സ്റ്റ് ലൈവ് മുതൽ. ഓക്കെ, നെക്സ്റ്റ് ലൈവ് എന്ന് പറയുന്നത് നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് ഓണത്തിന്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഓണപ്പാച്ചിൽ അങ്ങ് തുടങ്ങുമല്ലേ. ഇതിപ്പം ജാനുവരി 19 ആയി, ഓഗസ്റ്റ് 8 അതായത് കൃത്യം നമ്മൾ അടുത്ത 1 മന്തിനുള്ളിൽ ഓഗസ്റ്റ് 22 മുതലാണ് നമ്മുടെ ഓണം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ലൈവ് ആക്കിയത്. അതും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് മുതലായിരിക്കും. ഓക്കെ, ലൈവ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പോസ്റ്റ് അല്ല, ലൈവ് ആണ് നെക്സ്റ്റ് ലൈവ് മുതൽ. ഓക്കെ, അപ്പൊ എല്ലാവരും ലൈവ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇപ്രാവശ്യം പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും ഫ്രീ ബീസ് ഒന്നുമില്ല. ഇപ്രാവശ്യം സാധാരണ നമ്മളൊരു ഓണം ടൈമിലായിരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ ഗീവ് അവേ കോൺടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനെയാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. ഓരോ പ്രാവശ്യം വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ. എല്ലാവരും ഷെയർ ചെയ്തിട്ടിരുന്ന് കാണുക, അടുത്ത ലൈവിന് കാണാം. അതിന് മുന്നേ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് വാട്സ്ആപ്പ് us. ഓക്കെ, താങ്ക് യു. ടാറ്റ.